ഇപ്പം രമേശ് ചേട്ടന് ശരിക്കും ഒരു വലിയൊരു ബ്രേക്ക് കിട്ടുന്നത് മറ്റേ അയ്യപ്പനും കോശി. അതിന് മുന്നേ രമേശ് ചേട്ടൻ വന്നിട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് 75, 76 ബ്ലാക്ക് ആൻഡ് വൈറ്റ് താലപ്പൊലി എന്ന് പറഞ്ഞു എം കൃഷ്ണൻ നായർ സാർ അഭിനയിച്ചിട്ടുണ്ട്. ഞാനത് അയ്യപ്പനെ കോശി രമേശിന്റെ ഡെബ്യൂ. അതിലാണ് ഞാൻ ആദ്യമായിട്ട് മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ ഈ പരമാരദേവി ക്ഷേത്രം ടൗൺ ഹാളിലോ ആ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ ഒരു മുത്തുക്കടയായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന ഷോട്ടാണ് എം കൃഷ്ണൻ നായർ സാർ. അദ്ദേഹത്തിന്റെ ആക്ഷനിലൂടെയാണ് ഞാൻ ഈ വെള്ളത്തിരയിലേക്ക് വരുന്നത്. അതൊരു വലിയൊരു അന്ന് പോലെ ഇങ്ങനെ നമ്മൾ പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക. അല്ലാതെ ഇതൊന്നും അറിയാൻ മേലാത്തോണ്ട് എന്നെ ടെൻഷൻ്റെ കാര്യം. സിനിമ എന്താ ഇതങ്ങനെയാണ് ഒന്നും അറിയാൻ മേലാത്തോണ്ട്. പിന്നെ അന്ന് കലാനിലയം സ്ഥിരനാടകത്തിലായതുകൊണ്ട് സ്റ്റേജിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ സിനിമാക്കാർ ധാരാളം ഒക്കെ വരുമായിരുന്നു. അന്നത്തെ പഴയ നടന്മാരും ഒക്കെ എല്ലാം വരും. നസീർ സാർ ഉൾപ്പെടെ മധു സാർ ഉൾപ്പെടെ എല്ലാം അങ്ങനെയുള്ള ഈ ജയനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അവിടെ വരുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആണ് അതിൻ്റെ ഒരു ചരിത്രം. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ഇപ്പം അങ്ങനെ ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം അയ്യപ്പനും കോശിയിൽ ആണ് നമുക്കൊരു ശ്രദ്ധേയമായ വേഷം കിട്ടുന്ന ഒരു കഥാപാത്രം എന്ന നിലയിൽ. അതിന് ആ പടവും ഈ പടവും തമ്മിലൊരു ബന്ധമുണ്ട്. അതിനകത്ത് പോലീസുകാരുടെ ഇടയിൽ കിടന്ന് അവരുടെ ഇത് ചോദ്യങ്ങളും പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ ഞാനൊരു പോലീസുകാരനായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട് ആ സിനിമയിൽ. എല്ലാവർക്കും പോലീസ് കണക്ഷൻ ഉണ്ടെന്ന് പറയാം. പോലീസ്